ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലും ഇന്ന് ജനവിധി രേഖപ്പെടുത്തും. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 62 NDA സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ വലിയ ക്യൂ നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മണിപ്പൂരിൽ ഉൾപ്പെടെ ഔട്ടർ മണിപ്പൂരിലെ മണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെയും രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ കാണുന്നുണ്ട്. മണിപ്പൂർ, ഒപ്പം അസാമിലെ 5 മണ്ഡലങ്ങൾ, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടകയിലെ 14 മണ്ഡലങ്ങൾ, ബീഹാറിലെ 3 മണ്ഡലങ്ങൾ, ഒപ്പം കേരളത്തിലെ 20 മണ്ഡലങ്ങൾ, കർണാടകയിലെ 14 മണ്ഡലങ്ങൾ തുടങ്ങി രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 88 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. എടുത്തു പറയേണ്ടത് രാവിലെ മുതലുള്ള നീണ്ട ക്യൂ തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഓരോ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടാകും എന്നുള്ളതാണ് ഈ ആദ്യ മണിക്കൂറുകളിലെ വലിയ ക്യൂ. പോളിംഗ് സ്റ്റേഷനുകളിന് മുൻപിലെ വലിയ ക്യൂ എടുത്തു പറയേണ്ടത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമാണ്. അതോടൊപ്പം തന്നെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറുകൾ മൂലം വളരെ കുറച്ച് സമയം വോട്ടെടുപ്പ് ആരംഭിക്കാൻ വൈകിയെങ്കിൽ പോലും മറ്റ് യാതൊരു തരത്തിലുമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളോ അക്രമ സംഭവങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒന്നാം ഘട്ടം പരിശോധിക്കുമ്പോഴും മണിപ്പൂരും അസാമും ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഒരു 2014 മുമ്പ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകൾ പിടിച്ചെടുത്തുകൊണ്ടും സ്ഫോടനങ്ങളും അക്രമ സംഭവങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന വാർത്തകളായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വോട്ടെടുപ്പ് ദിനത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്ന് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ, തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും നടത്താൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ജമ്മു കാശ്മീരിലും ബീഹാറിലും പോലും സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഔട്ടർ മണിപ്പൂരിലെ ചില ബൂത്തുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യത്ത് ഒരു മണ്ഡലത്തിൽ തന്നെ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത് മണിപ്പൂരിലെ ഔട്ടർ മണ്ഡലത്തിൽ മാത്രമാണ്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇതോടുകൂടി രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. ഒന്നാം ഘട്ടത്തിൽ രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികൾ ഇവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ബംഗളൂരു നോർത്തിൽ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ബംഗളൂരുവിൽ തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ്, ഒപ്പം രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ആദ്യ മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്തുകയും ജനങ്ങളോട്, വോട്ടർമാരോട് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം, മുഴുവൻ വോട്ടർമാരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 88 മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി വളരെ വേഗത്തിൽ പരിശോധിക്കുമ്പോൾ 2019 ഈ 88-ൽ 62 മണ്ഡലങ്ങളിലും BJP NDA സഖ്യം നേടിയെടുത്ത മണ്ഡലങ്ങളാണ്. അതായത് BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ 62 മണ്ഡലങ്ങളിലും. ബാക്കി 25 എണ്ണം ഇന്ത്യ മുന്നണിയുടെ, അതായത് കേരളത്തിലെ 20 സീറ്റുകൾ UDF-ന്റെയും LDF-ന്റെയും ഉൾപ്പെടെ നിലവിൽ അവർ ഇന്ത്യ മുന്നണിയിലാണുള്ളത്. അത്തരത്തിൽ 25 സീറ്റുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവർക്കുള്ളത് കേരളത്തിൽ നിന്നാണ്. ബാക്കി വളരെ ചുരുക്കം സീറ്റുകളാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് നേടാൻ സാധിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും മഹാരാഷ്ട്രയും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. അതായത് ഉത്തർപ്രദേശിലെല്ലാം തന്നെ BJPയും അവിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിക്കുന്നത് 80 സീറ്റും നേടിക്കൊണ്ട്, അതായത് കോൺഗ്രസിന്റെ കോട്ടയായിട്ടുള്ള റായ്ബറേലി ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് 80 സീറ്റ് നേടിക്കൊണ്ട് ഉത്തർപ്രദേശിൽ BJP തൂത്തുവാരുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അവിടെ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഭരണം ആര് നേടും എന്നത് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതൊരു ചോദ്യമേ അല്ലാതെയായി മാറിയിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശ് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും പശ്ചിമ ബംഗാൾ ആണെങ്കിലും അത്തരം സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിലാണെങ്കിലും എല്ലാം തന്നെയും ഭൂരിപക്ഷം സീറ്റുകളും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് BJP
BJP NDA ക്യാമ്പിനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ ഇപ്പോൾ ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ 2019 ആ സീറ്റുകളുടെ എണ്ണം പോലും തികയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. മുമ്പ് അവരുടെ കോട്ടയായിരുന്നു ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങൾ പോലും നഷ്ടപ്പെടുകയും ഒരു 57 എന്ന സംഖ്യയിലേക്ക് പോലും എത്താൻ സാധിക്കാതെ, അതായത് ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റുകൾ പോലും നേടിയെടുക്കാൻ 19 കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മോദി സർക്കാരിന് ഭരണ തുടർച്ച നേടും എന്നതിൽ യാതൊരു സംശയവും ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വിലയിരുത്തുന്നവർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ അത്തരത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ ആദ്യ മണിക്കൂറുകളിൽ വലിയ ക്യൂ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണിപ്പൂരിൽ ഉൾപ്പെടെ ഔട്ടർ മണിപ്പൂരിലും കൂടാതെ അസാമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിലെ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ദേവിക.